രാജ്യം മുഴുവൻ വീണ്ടും ഒരു തെന്നിന്ത്യൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ റിലീസിനായി ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുക ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. അത്രയേറെ വലിയൊരു വിജയമായിരുന്നു പുഷ്പ എന്ന സുകുമാർ ചിത്രം നേടിയത്. പുഷ്പ 2 ദ റൂൾ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുഷ്പ 3യും എത്തുമെന്ന് സംവിധായകൻ അറിയിച്ചിരിക്കുകയാണ്. ഹൈദരാബാദിൽ ചിത്രത്തിന്റെ പ്രീ റിലീസിന് എത്തിയപ്പോഴായിരുന്നു സംവിധായകന്റെ ഈ പ്രഖ്യാപനം. ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സൗണ്ട് എഞ്ചിനീയറായ റസൂൽ പൂക്കുട്ടി പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പുഷ്പ 3 എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുഷ്പ 2വിന് വേണ്ടി നിങ്ങളുടെ ഹീറോയെ ഇതിനകം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു 3 വർഷം കൂടി തന്നാൽ ഞാനത് ചെയ്യുമെന്നായിരുന്നു സുകുമാർ പറഞ്ഞത്. പുഷ്പ 2വിന്റെ അവസാന ഭാഗത്ത് പുഷ്പ 3 അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് വിവരം. ഇതിനിടെയാണ് റസൂൽ പൂക്കുട്ടിയുടെ പോസ്റ്റും എത്തിയത്. പുഷ്പ 3 സൗണ്ട് മിക്സിംഗ് പൂർത്തിയായെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ഒരു ചിത്രമാണ് റസൂൽ പൂക്കുട്ടി പുറത്തുവിട്ടത്. പുഷ്പ 3 ദ റാംപേജ് എന്ന ടൈറ്റിൽ വ്യക്തമായി ഫോട്ടോയിൽ കാണാം. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പോസ്റ്റ് റസൂൽ പൂക്കുട്ടി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ടുകളും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ അതിനോടകം പ്രചരിച്ചിരുന്നു. ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. നേരത്തെ വിജയ് ദേവരകൊണ്ട പങ്കുവച്ച ഒരു കുറിപ്പും പുഷ്പ 3യുടെ സൂചനകൾ നൽകുന്നതായിരുന്നു. പുഷ്പ സംവിധായകൻ സുകുമാറിന്റെ ജന്മദിനത്തിൽ ആശംസിച്ചുകൊണ്ടാണ് വിജയ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ഈ പോസ്റ്റിലാണ് വിജയ് ദേവരകൊണ്ട പുഷ്പ 3യുടെ സൂചനകൾ നൽകിയത്. നിങ്ങൾക്കൊപ്പം ഒരു സിനിമ ചെയ്യാൻ കാത്തിരിക്കാൻ വയ്യ. 2021 ദ റൈസ്, 2022 ദ റൂൾ, 2023 ദ റാംപേജ് എന്നിങ്ങനെയായിരുന്നു വിജയ് ദേവരകൊണ്ടയുടെ പോസ്റ്റ്. വിജയ് ദേവരകൊണ്ടയും ഈ സിനിമയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റിലെ വാക്കുകൾ. അർജുൻ റെഡ്ഡി എന്ന സിനിമയിലൂടെയാണ് വിജയ് ദേവരകൊണ്ട ശ്രദ്ധ നേടുന്നത്. അത് കഴിഞ്ഞെത്തിയ ഗീതാ ഗോവിന്ദം എന്ന ചിത്രം വിജയിച്ചു. എന്നാൽ ഗീതാ ഗോവിന്ദം കഴിഞ്ഞിറങ്ങിയ എല്ലാ സിനിമകളും ഫ്ലോപ്പ് ആയിരുന്നു. കൽക്കി എന്ന സിനിമയിലും താരം ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിലും ക്യാമിയോ റോളായിരുന്നു. ഫ്ലോപ്പ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന വിജയ് ദേവരകൊണ്ട പുഷ്പ 3യിൽ എത്തുമ്പോൾ സിനിമ എത്രത്തോളം വിജയിക്കും എന്നതും പലരുടെയും സംശയമാണ്. അതുപോലെ യഥാർത്ഥത്തിൽ പുഷ്പ 3യുടെ ആവശ്യമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്ന ചോദ്യം. ഈ അടുത്തിടെയായി അല്ലു അർജുൻ മറ്റൊരു സിനിമയ്ക്കും ഡേറ്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി നീക്കിവെക്കാൻ മാത്രം പുഷ്പ 3 ഉണ്ടോ എന്നതാണ് പലരുടെയും സംശയം. അതേസമയം അല്ലു അർജുന മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പുഷ്പരാജ് എന്ന കഥാപാത്രത്തിന്റെ രണ്ടാം വരവ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. 2021 പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ തലത്തിൽ വിജയം നേടിയ അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ 2 ദ റൂൾ എത്തുന്നത്. പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യയിൽ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു. ഫഹദ് ഫാസിലും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായാണ് ഫഹദ് ചിത്രത്തിൽ വേഷമിടുന്നത്. ഡിസംബർ 5-നാണ് പുഷ്പ 2വിന്റെ റിലീസ്. E4 എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം കേരളത്തിന് റിലീസിന് എത്തിക്കുന്നത്. ഡിസംബർ 5 മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ 24 മണിക്കൂർ പ്രദർശനം ഉണ്ടാകുമെന്ന് E4 എന്റർടൈൻമെന്റ്സ് അറിയിച്ചിട്ടുണ്ട്.